ആ ആ കൃത്യം 4:30 നിർമാല്യം. അതെ അതെ 4:30 ഭഗവാനെ വിളിച്ചോണർത്തും. ഇന്നലെ അയ്യോ ഇന്നലെ 6 മണിയായപ്പോൾ എന്താണെന്നല്ലേ, അത് ഈ ഭഗവാനെ വിളിച്ചോണത്താൻ ആളില്ലാതെ പറ്റിയത്. ഇല്ലല്ല ഇന്ന് കൃത്യം 4:30. ആ ഓക്കെ ശരി ശരി ശരി. ആ പുഷ്പാഞ്ജലി അല്ലേ, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ എവിടെയാണ് സെക്രട്ടറി? എത്ര ദിവസമായി കണ്ടിട്ട്? ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ വരും, ഒറ്റ ദിവസം സെക്രട്ടറി കാണൂല്ലോ. എന്താ തിരക്ക്? ഞാനല്ലല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ. എടാ ഞാനിത് അങ്ങോട്ട് ചോദിക്കുമെന്ന് ഓർത്തിട്ട് താൻ ആ ഡയലോഗ് എടുത്ത് ആദ്യം ഇങ്ങോട്ട് ഇട്ടതല്ലേ? ഇവിടെ താനിത് എവിടെയാടോ? താൻ ഒന്നില്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുന്ന ആൾ, അതവിടെ പോയി. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ ഇരിക്കുന്ന ഒരാളാണോ താൻ? തന്നോട് ഞാൻ എന്താ പറഞ്ഞു വിട്ടത്? എന്ത് പറഞ്ഞു? ഇവിടെ അമ്പലത്തിൽ മാല കെട്ടാൻ നിൽക്കണവൻ റോട്ടിൽ കൂടി പോയൊരു പെണ്ണിന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോയി. അവനെ പോലീസ് കൊണ്ടുപോയി. അതിന് പകരം ഞാൻ ആളെ കൊണ്ട് വന്നിട്ടില്ലേ? താൻ ആരെ കൊണ്ടുവന്നത്? വേലി കെട്ടുന്ന രാജുവിനെ. വേലി കെട്ടുന്ന രാജുവാണോ അമ്പലത്തിൽ മാല കെട്ടാൻ നിർത്തുന്നത്? ആ അവന്റെ വേലി കെട്ട് നല്ല സ്ട്രോങ് ആണ്. അപ്പൊ മാല കെട്ടി എന്തായിരിക്കും? മാല കെട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയൊന്നും പറഞ്ഞു പോയി. ഇടക്ക വായിക്കണം, അവൻ ഇടക്കിടക്കേ വരാറുള്ളൂ. ഒന്ന് അവനൊന്നും മാറ്റിയിട്ട് വേറെ ആളെ നിർത്തണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ലേ ഞാൻ? ഞാൻ അതിനല്ലേ ഇവിടുന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ബാംഗ്ലൂർ വരെ പോയത്. ജാസി ഗിഫ്റ്റിന്റെ കൂടെ സ്റ്റേജിൽ ഗാനമേളക്ക് ഡ്രം സെറ്റ് വായിക്കണവനെയാണ് ഇടക്ക വായിക്കാൻ കൊണ്ടുവന്ന് വെച്ചേക്കണം. അതുകൊണ്ട് ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് അറിയാം. നട തുറക്കുന്ന സമയത്ത് വെസ്റ്റേൺ മ്യൂസിക് കേൾക്കണ പോലെയാണ്. അതെന്റെ കുഴപ്പമാണ്. ആളെ കിട്ടണ്ടേ? അമ്പലം മണിക്ക് ആളെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യാനാണ്? ആകെ പോട്ടെ, ഉത്സവത്തിന്റെ കാര്യം. ആ ഉത്സവത്തിന്റെ കാര്യം എന്താ എന്റെ പൊന്നോ? വാതർന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. അത് എവിടെ ഉത്സവം എങ്ങനെ നടത്തണം, എന്താ ചെയ്യണം, അതൊന്നും തനിക്ക് ഒരു ഇതും ഇല്ലല്ലേ അല്ലേ? പറ, അത് കാര്യം അറിയാൻ വേണ്ടിയല്ലേ വന്നത്. ഈ പ്രാവശ്യം എന്തായാലും ചെണ്ടമേളം മാറ്റി പിടിക്കണം. എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ചെണ്ടമേളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെണ്ടയുടെ തോല് പൊട്ടി ആകെ പ്രശ്നമായി, ചെണ്ടമേളം ഇടക്ക് വെച്ച് മുടങ്ങുകയൊക്കെ ചെയ്ത്. ഇനിയിപ്പോൾ ആരാണ് ഈ പ്രാവശ്യം ചെണ്ടമേളത്തിന് വിളിക്കാൻ പോണത്? നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് സന്തോഷ് പണ്ഡിറ്റിന്റെ ചെണ്ടമേളം വെച്ചാലോ? സന്തോഷ് പണ്ഡിറ്റിന്റെ ചെണ്ടമേളോ? അതാകുമ്പോഴേ ചെണ്ട പൊട്ടൂല. പുള്ളിയുടെ തൊലി കൊണ്ട് തന്നെ ചെണ്ട കെട്ടിയേക്കണം. നല്ല തൊലി കെട്ടിയായിരിക്കും. നല്ല അഭിപ്രായം എല്ലാവരും പറയണം. ആണല്ലേ? എന്നാ പിന്നെ അങ്ങനെയുള്ള ചെയ്യാം. നാടകം ഞാൻ ആഗ്രഹ തിയേറ്റേഴ്സ് ഇല്ല തിരുവനന്തപുരം, അവരൊരു നാടകമുണ്ട്. അത് പുതിയ നാടകം. പുട്ടൽപ്പം കട്ടിയാണ് ഉണ്ണി ഇഡലിയല്ലോ സുഖപ്രദം. പുട്ടൽപ്പം കട്ടിയാണ് ഉണ്ണി ഇഡലിയല്ലോ സുഖപ്രദം. കുടുംബകഥ ആയിരിക്കും. കുടുംബകഥ. ഒരു കുട്ടി പുട്ട് തിന്നാൻ നോക്കുന്ന ഒരു സംഭവമാണ്, തൊണ്ട തങ്ങിയിരിക്കണം. അതെന്താ വേട്ടെ, അങ്ങനെ ഒരു നാടകമുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് ബുക്ക് ചെയ്യാം. പിന്നെ ശീവേലിക്ക് ചെറിയൊരു മാറ്റം ഉണ്ടട്ടെ ഈ പ്രാവശ്യം. ഈ പ്രാവശ്യം ഉത്സവത്തിന് 15 ആനേനെ നിരത്തി നിർത്തിക്കൊണ്ട് ആ ശീവേലി ഉദ്ദേശിക്കണം. മനസ്സിലായോ? 15 ആനേനെ നിരത്തി നിർത്തി ശീവേലി നടത്തണൊക്കെ കൊള്ളാം. കഴിഞ്ഞ ഉത്സവത്തിന് ശീവേലിക്ക് 16 എണ്ണത്തിനാണ് ആന ചവിട്ടിയിട്ട് നിരത്തി കിടത്തിയത്. അത് മറക്കരുത്. എന്തായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോക്കും. ഞാൻ ഇടക്കിടക്ക് വരാം കേട്ടോ. ഓക്കെ സെക്രട്ടറി. അതെ, ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, നിങ്ങൾ എൻ്റെ വീടിന്റെ സെക്രട്ടറി ആണ് അതോ ഈ ദേവസ്വത്തിന്റെ സെക്രട്ടറി ആണ്? നിങ്ങൾ ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? ഞാൻ തിരക്കുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞു. എന്ത് താൻ കുറച്ചും കൂടെ എന്ത് പണി കാണിച്ചാ? ഇവിടെ ഇരുന്ന് 50,000 രൂപ താൻ എടുത്തുകൊണ്ട് പോയോ? കുറച്ചും കൂടെ വന്നിട്ട് നമ്മൾ തമ്മിൽ കുറച്ചു മുമ്പ് ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന് താൻ ഇവിടുന്ന് പോയപ്പോ 50,000 രൂപ എടുത്തുകൊണ്ട് പോയോ ഇല്ലയോ? ദൈവദോഷം പറയില്ല സെക്രട്ടറി, ഞാൻ അങ്ങനെ ഒരാളാണ്. അത് തന്നെ ഞാൻ പറഞ്ഞ ദൈവദോഷം താൻ പറയരുത്. താൻ ദേവിയുടെ കാശാണ് താൻ ഇവിടുന്ന് കൊണ്ടുപോയത്. ദൈവത്തിന് എടുത്തില്ല. എന്തായി പറയണത്? കള്ളപ്പേര് കേൾപ്പിക്കല്. ഞാൻ 50,000 രൂപ ഞാൻ എടുത്തിട്ട് പോകും. ഇവിടെ ഒരു 3-4 മണിക്കൂർ മുമ്പ് താൻ ഇവിടെ വന്നപ്പോ താൻ ആ കാശും കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഇവിടെ വേറെ ആരും വന്നിട്ടില്ല അതിന് ശേഷം. ഞാൻ എടുത്തില്ല. താൻ എടുക്കും, തന്നെ എനിക്കറിയാം. താൻ ഭണ്ഡാരപ്പെട്ടിയുടെ അകത്ത് കൈയിട്ടുള്ളതാണ്. ഭണ്ഡാരപ്പെട്ടിയുടെ അകത്ത് കൈയല്ലാണ്ട് പിന്നെ തലയിടാൻ പറ്റുമോ? തമാശക്കല്ലേ, കാശ് കൊണ്ടെത്താ. എനിക്കിതിന്റെ പുറകെ തൂങ്ങാൻ പറ്റില്ല. ഞാൻ ഇദ്ദേഹം വിളിച്ചപ്പോ ഇല്ല ഇദ്ദേഹം കമ്മിറ്റി ഓഫീസിലെ വിളിച്ചു പറയാം. താൻ എടുത്തറല്ലേ? എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അന്ന് താൻ ഇവിടുത്തെ ദേവിനെ പിടിച്ച് സത്യം വിട്ട താൻ ഈ കാശ് എടുത്തില്ലെന്ന് പറഞ്ഞു. ദേവിയാണ്, അമ്മയാണ് സത്യം. ചെറിയൊരു ടൈറ്റ് വന്നപ്പോ 50,000 രൂപ എടുത്തു. അത്യാവശ്യം കൊണ്ടോ ദേവിയുടെ കാശ് എടുത്തോണ്ടുള്ള ഒരു കളിക്ക് നിൽക്കില്ല. ഞാൻ ഇത് പറഞ്ഞില്ല. പറയല്ലേ പ്ലീസ്, പറയല്ലേ. അത്യാവശ്യം വന്നപ്പോ എടുത്തു പോയതാണ്. ആ പൈസ ഞാൻ ഹോം തിയേറ്ററിൽ LCD മേടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഹോം തിയേറ്ററും LCD ഒന്നും എനിക്ക് എന്നോട് പറയണ്ടാവുന്നു. ഭാര്യ പറഞ്ഞുകൊണ്ട് മേടിച്ച. ഭാര്യ പറഞ്ഞു എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഹോം തിയേറ്റർ LCD ഒന്നും ഒരു കാര്യം അറിയാമോ? ആരും അറിയണ്ട. വേണ്ടെന്നേ. ഹോം തിയേറ്റർ സെക്രട്ടറി വേണ്ട. എനിക്ക് ഹോം തിയേറ്റർ ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ പരിപാടിക്ക് നിൽക്കില്ല കേട്ടോ. എന്നെ നോക്കണ്ട. ദേവിയുടെ കാശ് എടുത്തിട്ടുള്ള ഒരു കളിക്ക് ഞാനില്ല. എനിക്ക് ഹോം തിയേറ്റർ ഒന്നും വേണ്ട. 50-50 വേണ്ടെന്ന് പറയല്ലേ? സെക്രട്ടറിക്ക് LCD എനിക്ക് നടക്കില്ല. ഹോം തിയേറ്റർ തനിക്ക്, LCD എനിക്ക് വേണം. കണ്ണപ്പനും ഞാനും കൂടി ഏതു നേരം വെള്ളം കൂടി പണ്ടൊരിക്കച്ചാല കൂടി ഷാപ്പിൽ പോയത്.